ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചാളക്കറിയാണ് വയ്ക്കുന്നത്. നമ്മൾ പച്ച അരച്ചിട്ടാണ് വയ്ക്കുന്നത്. കാരണം മുളകും മല്ലിയും ചൂടാക്കാതെ തേങ്ങ പച്ചക്ക് അരച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ജീരകം ഇതൊക്കെ ചേർത്തിട്ട് ആണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് 2 ഉലുവ ഈ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചട്ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇത് എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ആദ്യം നമ്മൾ എണ്ണ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലല്ല, തേങ്ങ പച്ച അരച്ച അരപ്പാണ് ഇത് ഒഴിച്ചു കൊടുക്കും. പച്ചക്കാണ് നമ്മളെ വെളിച്ചെണ്ണ ചേർത്ത് കടുക് വറുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളത് എണ്ണയ്ക്കകത്ത് ഇഞ്ചി ഉള്ളിയൊന്നും മൂപ്പിച്ചിട്ടല്ല, പച്ചക്കാണ് ചേർക്കുന്നത്. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ചതിന് ശേഷം അതിന് മുന്നേ നമുക്ക് പച്ച അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കകത്ത് ഈ പുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാങ്ങയ്ക്ക് പകരം പച്ച കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം. ചാറ് കലക്കി വെച്ചത് ഇപ്പൊ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ പച്ചക്കറിക്കകത്തോട്ട് മീൻ പറക്കി ഇട്ട് കൊടുക്കാം. നല്ല പച്ച മത്തിയാണ്. ഇവിടെ മത്തി എന്നാണ് പറയുന്നത്. എല്ലാവരും ചാളയെന്നും പല രീതിയിലാണ് പറയുന്നത്. നമ്മളിവിടെ മത്തി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകുണ്ട്. നല്ല സ്മെല്ലുള്ളൊരു പച്ചമുളകാണ്. കറിക്കകത്ത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ അതുകൂടെ നമുക്ക് ഇതിനകത്തോട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഒന്ന് വേവുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. മത്തിക്കറി എല്ലാം തിളച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കറിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ കടുകൊന്നും വറുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ഒഴിക്കുന്നത്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ലാസ്റ്റ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കണ്ടിങ്ങനെ ചെയ്തിട്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.